ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഇ.കെ. അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടി, വേറൊന്നുമല്ല, റേഡിയേറ്ററിൽ വെള്ളമായിരുന്നു, അത് മാറ്റി കൂളൻ്റ് ആക്കാം എന്ന് തീരുമാനിച്ചു. ഞാനിപ്പം 1 ലിറ്ററാണ് മേടിച്ചിരിക്കുന്നത്. 218 രൂപയാണ്. മറ്റൊരു പച്ച കളറുണ്ടല്ലോ, ആ മോഡലാണ്. അപ്പോൾ വണ്ടിയിൽ റേഡിയേറ്റർ വെള്ളമായിട്ടിരിക്കുമ്പോഴത്തേനും പലപ്പോഴും അതിനകത്ത് തുരുമ്പ് കാണാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം മിക്ക വണ്ടിയിലുള്ള പ്രശ്നമാണ് തുരുമ്പ് കയറൽ. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പറഞ്ഞുള്ള അറിവാണ് എനിക്കും അറിയാവുള്ളൂ. എന്തായാലും നമുക്ക് സ്വന്തം വണ്ടി തന്നെ പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് റേഡിയേറ്റർ ഒന്ന് അഴിച്ചു വിടണം ആദ്യം, അതിൻ്റെ അകത്തുള്ള വെള്ളം പോകാൻ വേണ്ടി. അപ്പോൾ റേഡിയേറ്ററിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു വാൽവ്, അതപ്പോൾ ഊരി നമുക്ക് വിടാം. അതുകൊണ്ട് ആദ്യം പോയത് തുരുമ്പാണ് പോയത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കൂളൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഭാഗത്ത്. അത് ആദ്യം കണ്ട എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നതാണ്. പിന്നെ അതിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ട് പിന്നെ വെള്ളം കൂടുതൽ മിക്സായി, എൻ്റെ ചെറിയൊരു പച്ച കളർ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സംഭവം മൊത്തം നമ്മൾ തുറന്ന് വിടണം. എന്നിട്ട് 2-3 തവണ നമ്മൾ ഇതിൻ്റെ അകത്തോടെ വെള്ളം വീണ്ടും ഒഴിച്ച് വിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ള ചെളിയും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള തുരുമ്പിൻ്റെ അംശമെല്ലാം മൊത്തം പോയി തീർന്നത് വരെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടോ, അതിൻ്റെ ഉള്ളിലുണ്ട് മൊത്തം തുരുമ്പായിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കി വിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടാണെങ്കിലും അത്യാവശ്യം ഒന്ന് കാണിച്ചു വിട്ടുക. മേളിലുള്ളത് മാത്രമേ പോകുള്ളൂ, ഉള്ളിലേക്കുള്ളത് അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. അപ്പോൾ നമുക്ക് നല്ല വെള്ളം കുത്തി ഒഴിച്ച് വിടുക, അതാണ് മെയിൻ പോകും വഴിയുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വിടുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ചെളിയും കാര്യങ്ങളെല്ലാം കലങ്ങി മറിഞ്ഞ് പൊക്കോളും കുറേയൊക്കെ ഒരുവിധം. എന്താ ഇത് പോകാൻ പാതിനൊന്നുമില്ല, അതൊക്കെ ശരിക്കും കിള്ളിക്കളഞ്ഞാലേ പോകുള്ളൂ. എന്നാലും മാക്സിമം നമ്മൾ വെള്ളം ഒഴിച്ച് തന്നെ കഴുകാൻ നോക്കുക. അപ്പോൾ കുറേ തവണ ഒരു 3-4 തവണ വെള്ളം ഒഴിച്ച് വിടണം. ചിലർ പിന്നെ അതുപോലെ പറയും വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു വിടുന്നൊക്കെ ഇങ്ങനെ പറയും, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് പമ്പിൻ്റെ അകത്തുനിന്നുള്ളതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ അത്രയും റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, വെള്ളമില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും കുഴപ്പമില്ലായിരിക്കും. എന്നാലും ഞാൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉൾവശം അത് നീറ്റാക്കാം എന്നോർത്തു. അതിനകത്ത് വെള്ളം ഒഴിച്ച് വിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ തുറക്കണം തുറന്നു കഴിഞ്ഞാൽ പിന്നെയും വെള്ളം പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. തുറന്ന് വിട്ടുകൊണ്ട് നിന്നിട്ട് ഒഴിച്ചു കഴിഞ്ഞാലും ഇച്ചിരി നല്ലതാണ്. എല്ലാ രീതിയിലും പരീക്ഷിക്കാം, സ്വന്തം വണ്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വിഷയമില്ല. സ്വന്തം വണ്ടി ആയതുകൊണ്ട് സ്വന്തം രീതിയിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം, ഒരു വിഷയമില്ല. കണ്ടോ, മൊത്തം ചെളിയാണ് ഇപ്പോൾ പോകുന്നത്. മൊത്തം കാണാമോ നിങ്ങൾക്ക്? ചെളി വെള്ളമാണ് പോകുന്നത്. നാളെ അവനെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് വെള്ളം കുത്തി ഒഴിച്ച് വിടുമ്പോൾ ഫുള്ള് ചെളിവെള്ളം പോവുള്ളൂ. കണ്ടോ, അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു വിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും. നല്ല ചെളിവെള്ളം, നന്നായിട്ട് തുരുമ്പ് കയറി പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പമ്പ് കംപ്ലൈൻറ്റ് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരെയും ഇതുമൂലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഫുള്ളായിട്ട് കൂളൻ്റ് ഒഴിച്ച് നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല, 1 ലിറ്റർ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ചിലർ പറഞ്ഞ് 2 ലിറ്റർ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഫുള്ളായിട്ട് തന്നെ കൂളൻ്റ് ഒഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇനി ഒഴിച്ചെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല, നല്ലതൊക്കെ തന്നെയാണ്. കാരണം മൊത്തം ചെളിയാണ്, ഫുള്ള് ചെളിയല്ല തുരുമ്പാട്ടോ പോകുന്നത്. മൊത്തം തുരുമ്പ് കൂടി എന്നത് മൊത്തം തുരുമ്പായിട്ട് തന്നെ പോയി തീരുക. അങ്ങനെ പോയി വെള്ളം തെളിയണത് എപ്പോഴാണോ അതുവരെയും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് എന്നാ പൊന്നോ മതി, എന്തോരം ചെളിയാണോ, നല്ല ചീറ്റുമാണ്. ഇനി അത് വെള്ളം തെളിയണത് വരെ നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ കുറേ തവണ വെള്ളം ക്ലീൻ ആക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒന്ന് കൈയൊക്കെ ഇട്ട് നോക്കിയതാട്ടോ, അതിൻ്റെ അകത്ത് വല്ല അടഞ്ഞിരിപ്പുണ്ടോ. വെള്ളം പോകുമ്പോഴത്തേനും എന്താ അടഞ്ഞിട്ട് വെള്ളം പോകണമല്ലോ തോന്നി, അതുകൊണ്ടാണ്. ഇതെല്ലാം വേണ്ടില്ല, വെള്ളം ന്യായമായിട്ട് തന്നെ ഒഴിച്ച് മൊത്തം പോകുന്നത് വരെ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഫുള്ള് പോകണം, ഫുള്ള് ചെളിയും വെള്ളവും എല്ലാം പോയി തീരണം. എന്നിട്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെ താഴത്തോളം വന്ന രീതിയിൽ ആവണ വരെ ഒഴിക്കണം. അതിപ്പോൾ ഒരു 5-6 തവണ ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ടാകുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് തന്നെ ചെയ്യാം. ബക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് വെച്ചു, ഒരു കപ്പിയോ അല്ല കുപ്പിയോ ഒന്നും വെച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കോരി ഒഴിച്ച് തന്നെ ശരിയാക്കാം. കുറേ ഒഴിക്കണം കേട്ടോ, ഒരു തവണ ഒഴിച്ചുകൊണ്ട് കാര്യമില്ല. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് റീഫിൽ ചെയ്യാം വേണമെങ്കിൽ സുഖമായിട്ട്. ഇല്ല, തെളിഞ്ഞിട്ടില്ല, ഇപ്പോഴും കളർ അത് തന്നെ, ചെളി തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് ഇപ്പം തന്നെ 5-8 തവണ കഴുകി വിട്ടു. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെള്ളം നിറച്ചിട്ട് ഒന്നുകൂടെ നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെ അകത്തുള്ള ചെളി പോകുമോ, ഇത് പോകാൻ പാടാണ്. അതിൻ്റെ ഉള്ളിൽ കൈ കയറത്തില്ല, ചുമ്മാ തട്ടിക്കുക എന്നുള്ളൊരു കാര്യമില്ല. ചുമ്മാ കൈ കൊണ്ടൊന്ന് രസത്തിന് വേണ്ടി ഒന്ന് ഇളക്കിയെന്നുള്ളൂ കേട്ടോ, വലിയ കാര്യമൊന്നുള്ള കാര്യമല്ല. എന്നിട്ട് ഞാൻ തുറന്നു വിട്ടു, അടച്ചു വെച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ തുറന്നു വിട്ടു. ചെളിയുണ്ട്, പക്ഷേ വെള്ളം തെളിഞ്ഞു കേട്ടോ, ഉണ്ടോ, നല്ല പച്ചവെള്ളം തന്നെയായി.
നീറ്റായി വെള്ളം, ഡീസൻ്റായി വെള്ളം. ഇനി നമുക്ക് വെള്ളം ഫുള്ള് പോയി തീർത്തിട്ട് നമുക്ക് വീണ്ടും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൂളൻ്റ് മിക്സ് ചെയ്ത് നിറയ്ക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. കണ്ടോ, നന്നായിട്ട് തെളിഞ്ഞ വെള്ളം. നമ്മൾ ഇത്രയും തെളിയണത് വരെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിപ്പോൾ എത്ര തവണ ഒഴിച്ചാലും വീണ്ടും അതുപോലെ തെളിഞ്ഞു വന്നെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വെള്ളം ഒന്ന് അടിച്ച് വെച്ചിട്ട് നിറച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തുറന്നു വിട്ടാലും കുറേ കൂടി ചെളി ഉണ്ടെങ്കിൽ അതും പോവും. അപ്പോൾ അതുകൊണ്ടും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതിപ്പോൾ വണ്ടി മൊത്തം ചെളിയായിട്ടിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നിട്ട് മൊത്തം ചെളിയായതാണ് എന്നും തോന്നരുത്. അപ്പോൾ വെള്ളം പോയി തീർന്നു. നമുക്കിനി അത് അടച്ചു വയ്ക്കാം. ടൈറ്റായിട്ട് അടച്ചു വെച്ചു. നല്ല ടൈറ്റായിട്ട് അതിനെ അടച്ചു വെച്ചിട്ട് നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കൂളൻ്റ് ഒഴിക്കാം. അപ്പോൾ കൂളൻ്റ് എടുത്ത് നമ്മളൊന്ന് ഉണ്ടോ ഒന്ന് പൊട്ടിക്കണം കേട്ടോ. അതുകൊണ്ട് കേട്ടോ ശരിക്കും ഒന്ന് പൊട്ടിച്ച് അപ്പോൾ വണ്ടി ഷെഡിൽ കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി ലൈറ്റ് കുറവാട്ടോ. എന്തായാലും കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. മണത്ത് നോക്കിയാലോ, മണമൊന്നുമില്ലല്ലോ. ഇനി എന്തായാലും നമുക്ക് ആദ്യ ഗഡുവായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചേക്കാം. എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. നല്ല പച്ച കളറാട്ടോ. നല്ല രസമല്ലേ കാണാൻ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇച്ചിരി കൗതുകം കൂടുതലല്ലോ. എൻ്റെ പിന്നെ റേഡിയേറ്റർ മേടിച്ചപ്പോൾ ഇതിനകത്ത് പുതിയ റേഡിയേറ്റർ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ റേഡിയേറ്ററൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ വെള്ളം ഒഴിച്ച് തുരുമ്പാക്കി കളയണ്ടാലോ എന്നുള്ളൊരു തീരുമാനം. അതിൻ്റെ പുറത്താണ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. കണ്ടോ, നല്ല കളറല്ലേ ഇപ്പോൾ. അപ്പോൾ ഒരെണ്ണം മേടിച്ചതുകൊണ്ട് ഒന്നും ആയില്ല എന്നുള്ളത് കൊണ്ട് പോയി വീണ്ടും 2 കൂടെ മേടിച്ചു. കാരണം ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇപ്പം ഒരെണ്ണം ഒഴിച്ച് ബാക്കി വെള്ളം ഒഴിച്ചാലും മതി എന്ന് ഒരാൾ പറഞ്ഞു. 2 ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് വേറൊരാൾ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ 3 മേടിച്ചിട്ട് ഞാൻ തന്നെ വെള്ളം ഒഴിച്ചു. അപ്പോൾ 3 കൂളൻ്റും മേടിച്ച് ഒഴിച്ചു, പിന്നെ ബാക്കി വെള്ളം ഒഴിച്ച് നിറച്ചു. അങ്ങനെ ഫില്ല് ചെയ്തു. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമാക്കിയെടുത്തുണ്ടായിരുന്നു. അങ്ങനെ 3 കൂളൻ്റും ഫുള്ളൊഴിച്ച് അതുപോലെ വെള്ളവും ആ കൂളൻ്റ് കുപ്പിക്കകത്ത് തന്നെ മുക്കിയായിട്ട് വെള്ളം ഒഴിച്ചു. അതാകുമ്പോൾ അതിൻ്റെ അകത്തുള്ള കൂളൻ്റ് കൂടെ കലങ്ങി വന്നോളും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള എടുത്തിട്ട് തന്നെ ഇതെന്ന് വെച്ചാൽ ബാക്കി അതിൻ്റെ അകത്ത് ഒരു കുപ്പിയുണ്ട്. കുപ്പിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേറ്ററിൽ വെള്ളം ഓവറായിട്ട് വന്നാലൊക്കെ പോകാൻ വേണ്ടിയിട്ടും അതിൽ നിന്നുള്ള വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാനും വേണ്ടി വയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒഴിച്ച് ഫില്ല് ചെയ്ത് നിറച്ചങ്ങ് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ 3ാമത്തെ കുപ്പിയും കൂടി ഒഴിക്കുവാണ്. മറ്റേതിൽ വെള്ളം നിറച്ച് വെച്ചാട്ടോ ചുമ്മാ. അപ്പോൾ നല്ല അടിപൊളി, നല്ല പച്ച കളറാട്ടോ. നല്ല കടും പച്ച കളറാണ്. നമ്മളിതിൻ്റെ അകത്ത് വെള്ളം ചേരുമ്പോൾ ഇച്ചിരി ലൈറ്റാവും. അപ്പോൾ ഈ കൂളൻ്റ് വേറെ ഒരു റോസ് കളർ വന്ന ടൈപ്പ് കൂളൻ്റ് ഉണ്ട്. അത് നല്ല രസമാണ് കാണാൻ. ഞങ്ങൾക്ക് ഒരു ബൊലേറോ മേടിച്ചപ്പം അതിൻ്റെ അകത്ത് ഈ റോസ് കളറായിരുന്നു. പിന്നെ അത് ഞാൻ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ താഴത്തേക്ക് നോക്കിയതാട്ടോ. അതിപ്പോൾ നമ്മുടെ ഒഴിച്ചപ്പോൾ താഴെ പോയത്. അതല്ലാണ്ട് വേറെ ലീക്കിംഗ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നമുക്കിപ്പം വാട്ടർ പമ്പ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം പോകണമെങ്കിൽ നമ്മളറിയില്ല. അപ്പോൾ ഇതുപോലെ റേഡിയേറ്ററിൽ കൂളൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ചാടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പോൾ രാവിലെയൊക്കെ വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും കൂളൻ്റ് താഴെ ചാടി കിടന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ വാട്ടർ പമ്പ് ലീക്കുണ്ട്, അതല്ലെങ്കിൽ റേഡിയേറ്റർ ലീക്കുണ്ട്, അങ്ങനെ ഏതാണ് കംപ്ലൈൻ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും അങ്ങനെ ശ്രദ്ധിച്ചാൽ. ഇനിയിപ്പോൾ ബാക്കി വെള്ളം ഒഴിച്ച് നമുക്ക് നിറച്ചെടുക്കാം. സിമ്പിൾ പരിപാടി കേട്ടോ, എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ 1-2 പേരിങ്ങനെ സംശയം പറഞ്ഞിട്ട് ഞാൻ ഒരു ഗ്രൂപ്പിലൊക്കെ കണ്ടു. അപ്പോൾ റേഡിയേറ്റർ വെള്ളമാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കൂളൻ്റ് ആക്കാൻ എന്നാ ചെയ്യേണ്ടത്, അതൊക്കെ എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ള തുരുമ്പ് മാറി കിട്ടും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, തുരുമ്പൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ആയി. അപ്പോൾ നിസ്സാര സമയം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നമുക്ക് വീഡിയോയിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ആ അടിയിലുള്ള ആ ഒരു വാൽവ് അങ്ങ് തുറന്നു വിടുക എന്ന ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നോക്കാൻ. വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒന്ന് വെള്ളം മിക്സ് ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പയ്യെ ഒന്ന് ക്ലച്ച് ഓട്ടിട്ട് വേണം ന്യൂട്രാക്കാൻ.
സ്റ്റാർട്ടായി. കൊള്ളാം, പൊളിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വാട്ടർ പമ്പും മാറിയായിരുന്നു ഒന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പം കൂളൻറ്റും മാറി. അപ്പോൾ ആ ഒരു ഏരിയയിലത്തെ കാര്യം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, തെറിച്ചിലോ കാര്യങ്ങളോ ചീറ്റിലോ ഒന്നുമില്ല. കണ്ടോ, അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് നോക്കിയതാട്ടോ. അപ്പോഴേക്കും ഇച്ചിരി വെള്ളം കുറവുണ്ട്. വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും നല്ല കളറ് കയറി വന്നു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് ബാക്കി ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ആ തുരുമ്പിൻ്റെ അംശം കിടക്കും. അതൊന്ന് ശരിക്കും ഒന്ന് കുലുക്കി ഒന്ന് വെള്ളം കളയണം. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും പാടാണ്. അതിൻ്റെ അകത്ത് മൊത്തം തുരുമ്പ് കയറിയേക്കണ പോലെ കിടക്കുക. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ളതും ഇതിൻ്റെ അകത്തേക്കും എല്ലാം കൊണ്ടും വെള്ളം പാത്തിങ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേക്കുന്നത്. അത് ശരിക്കും നന്നായിട്ട് കുലുക്കി അതും കഴുകണം. എന്തെങ്കിലും കമ്പോ കോലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കഴിയാലും നല്ലതാണ്. കണ്ടില്ലേ, മൊത്തം പോയി കിടക്കുക. അതൊന്ന് ശരിക്കും ഒന്ന് കഴുകിയെടുത്തിട്ട്, ഇത് മിക്ക വണ്ടിയിലും ഇല്ല കേട്ടോ, ചില വണ്ടിയിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ പുതിയ റേഡിയേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ സമയത്തെങ്ങാണ്ടോ അവർ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിപ്പോൾ ഇല്ലെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, വേറെ വിഷയമൊന്നുമില്ല. അത് മറ്റേ ഓവർഫ്ലോ തന്നെ പോലെ വരുന്നത് നേരെ താഴത്തേക്ക് പോകാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ്, ഓവർഫ്ലോ പൈപ്പ് പോലെ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ റേഡിയേറ്റർ ഇച്ചിരി വെള്ളം കുറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിച്ച് അതിൻ്റെ അകത്തേക്ക് കയറ്റിക്കോളും. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത്രയൊക്കെ പോയാൽ മതി. ഇനിയിപ്പം പോകാത്ത അവിടെ ഇന്നോട്ടേ ഓർത്തു. അപ്പോൾ അതും കൂടെ ഫിറ്റ് ചെയ്ത് ഇനി അതിൻ്റെ അകത്തേക്ക് ബാക്കി വന്ന ഒരു കൂളൻറ്റിലെ വെള്ളം കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ചെറിയൊരു പച്ചപ്പുണ്ട് കേട്ടോ, അത് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് പരിപാടി, വളരെ ഈസി ആയിട്ട് ചെയ്യാം. മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് തുരുമ്പെടുക്കാണ്ടിരിക്കും. രണ്ടാമത് നമുക്ക് എവിടെയെങ്കിലും ലീക്കിങ് ഉണ്ടെങ്കിൽ അറിയാം, റേഡിയേറ്ററിലോ അല്ലെങ്കിൽ വാട്ടർ പമ്പിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല കേട്ടോ. വാട്ടർ പമ്പിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ അകത്തേക്കാണ് പോകുള്ളൂ. അപ്പോൾ അത് എഞ്ചിൻ പണിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ അതും ചെക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2-3 കേസുകളുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ എല്ലാവരും ആക്കിയാൽ നല്ലതാണ്. അത്യാവശ്യം നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വെറൈറ്റി കിടിലൻ വീഡിയോസുമായിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.